ബൈജു ആണ്. തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വലിയൊരു സന്തോഷ വാർത്ത ഇതാ വന്നിരിക്കുകയാണ്. കാര്യം എന്തെന്നാൽ കേരളത്തിലെ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യുന്നതിനുള്ള മാർഗരേഖയ്ക്ക് സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ്. പക്ഷെ ഏത് നായയെയും പിടിച്ച് നമുക്ക് ദയാവധം ചെയ്യാമെന്നുള്ള നിയമമല്ലാട്ടോ പുതിയതായിട്ട് വരാൻ പോകുന്നത്. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. ചികിത്സിക്കാൻ കഴിയാത്ത വിധം അസുഖമുള്ളതും മാരകമായി പരിക്കേറ്റതും അതീവ ആക്രമണ സ്വഭാവം കാണിക്കുന്നതുമായ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന നായ്ക്കൾക്ക് എതിരെ മാത്രമാണ് ഈ നടപടി എടുക്കാൻ ഇപ്പോൾ സാധിക്കുക. ഓക്കെ, ഇതിനായി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും തെരുവ് നായ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. കൂടാതെ കമ്മിറ്റിയുടെ പ്രത്യേക രേഖാമൂലമുള്ള ശുപാർശ ഉണ്ടായാൽ മാത്രമേ ദയാവധം നടത്താൻ പാടുള്ളൂ എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. അതും യോഗ്യതയുള്ള വെറ്റിനറി സർജൻ മാത്രമേ ഈ കാര്യം നിർവഹിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദയാവധത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ ഉപയോഗിച്ച് മാത്രമേ ഇത് ചെയ്യാൻ ഇപ്പം നിലവിൽ അനുവദിച്ചിരിക്കുന്നുള്ളൂ. കൂടാതെ വേദന ഉണ്ടാക്കുന്ന മറ്റു തരത്തിലുള്ള രാസവസ്തുക്കളോ മെക്കാനിക്കൽ രീതികളോ ഒന്നും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു കർശനമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ദയാവധത്തിനായി തിരിച്ചറിഞ്ഞ നായ്ക്കളെ 2 മുതൽ 3 ദിവസം വരെ നിരീക്ഷണത്തിൽ വെക്കുകയും ഈ കാലയളവിൽ അംഗീകൃത മൃഗക്ഷേമ സംഘടനകൾക്കോ താല്പര്യമുള്ള വ്യക്തികൾക്കോ ഈ നായയെ ഏറ്റെടുക്കാനുള്ള ഒരു അവസരം കൂടി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നായയുടെ വിവരങ്ങൾ, പിടികൂടിയ സ്ഥലം, ഫോട്ടോ അല്ലെങ്കിൽ തിരിച്ചറിയൽ ടാഗ്, ദയാവധത്തിനുള്ള കാരണം തുടങ്ങിയ പ്രത്യേകം രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്നും പരാമർശം വന്നിട്ടുണ്ട്. നിയമങ്ങൾ എത്ര തന്നെ കർശനമായാലും അവയുടെ സുതാര്യമായ നടപ്പിലാക്കലിലാണ് ഇതിന്റെ വിജയം നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു വശത്ത് ജീവകാരുണ്യവും മറുവശത്ത് പൊതുജനങ്ങളുടെ ജീവന്റെ സുരക്ഷയും തമ്മിലുള്ള കൃത്യമായ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ തെരുവുകൾ പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ സാധിക്കുള്ളൂ. പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ഈ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റു സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കണം.